ഹലോ, അസ്സാം വലൈക്കും. ഇത്ര ഈസി ആയിട്ടുള്ളൊരു പിസ്സ നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടാവില്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ആൽഫ്രെഡോ പിസ്സയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതിനു അതിപ്പോൾ ഇതാ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളെല്ലാം ഉള്ളതാണെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക, കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിലോട്ട് നമുക്കൊരു ആൽഫ്രെഡോ സോസ് റെഡിയാക്കണം. അതിനായിട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്കൊരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ഉള്ളിൻ്റെ ഒരു കാൽ ഭാഗം ഉണ്ടല്ലോ, ഒരു വലിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ മൈദ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കൊരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കുക. പിന്നെ ഈ സോസെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. ഇനി അതിലേക്ക് ഞാനൊരു എന്താ പറയുക, ഒരു 2-3 ടേബിൾ സ്പൂൺ ചീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കൈപ്പിടിയിലുള്ള അളവ് ആ ചീസും ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം മതി, പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് അതും കൂടി ഇട്ടിട്ട് വീണ്ടും എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗളിലോട്ട് ഞാനൊരു 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി പാലും കൂടി മിക്സ് ആക്കുക. നല്ലോണം ഒരു ഫോർക്ക് കൊണ്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ ഏത് പാനിലാണ് റെഡിയാക്കുന്ന ആ ഒരു പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക, എത്ര വേണം നോക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ബ്രെഡും എല്ലാം സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിസ്സ റെഡിയാക്കുന്ന പാനിലോട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് ആ മുട്ട മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് 2 സൈഡും ഒന്ന് മുക്കിയെടുത്തിട്ട് പാനിലോട്ട് വെച്ച് കൊടുക്കുക. പാനൊന്ന് ഫുള്ളാക്കണം. സൈഡെല്ലാം എന്താ പറയുക, ഗ്യാപ്പെല്ലാം ഉള്ളത് പീസ് വെച്ചിട്ട് ബ്രെഡിൻ്റെ ഒരു പീസ് വെച്ചിട്ടെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വേണം വെക്കാൻ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോസ് ഉണ്ടല്ലോ ആൽഫ്രെഡോ, ആ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ പൊരിച്ച ഓയിൽ ഉണ്ടല്ലോ അതൊരു 2 ടീസ്പൂൺ വെറുതെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസോ കെച്ചപ്പ് അങ്ങനത്തെ എല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കൈകൊണ്ടെല്ലാം ഒന്ന് പൊടിച്ചെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അതും അതിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫുള്ളൊന്ന് നിരത്തി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് കട്ട് ചെയ്തത് സ്ക്വയറായിട്ട്, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒലീവ്സ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ അവസാനം മൊസറല്ല ചീസ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് എന്താ പറയുക ഫുള്ളൊന്ന് കവർ ചെയ്യണം. ചീസ് കുറച്ചധികം തന്നെ വേണം. എന്നിട്ട് ചീസ് കൊണ്ട് ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓറിഗാനോയും പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, കൂടുതൽ വേണ്ട. അതും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ആൽഫ്രെഡോ ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. ഇത്ര ഈസി ആയിട്ട് എന്തായാലും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്.
പിസ്സ എല്ലാം കഴിക്കാൻ പൂതി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.